നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കളമശ്ശേരിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് നന്ദിപുലം ആറ്റപ്പള്ളി സ്വദേശി മരിച്ചു. ആറ്റപ്പള്ളി കീഴ്മല വീട്ടിൽ മണികണ്ഠന്റെ മകൻ 24 വയസ്സുള്ള അതുലാണ് മരിച്ചത്. ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ക്യാൻറ്റീനിൽ തീപിടുത്തം. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. നവീകരണം നടക്കുന്ന ആമ്പലൂർ വരദരപ്പള്ളി റോഡിൽ വിവിധയിടങ്ങളിൽ ജലവിതരണ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. പലയിടത്തും കുടിവെള്ള വിതരണം മുടങ്ങി. നിർമ്മാണങ്ങൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റിന്റെയും വ്യാപാരി വ്യവസായി പുതുക്കാട് മണ്ഡലം യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പുതുക്കാട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കളമശ്ശേരിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് നന്ദിപുലം ആറ്റപ്പള്ളി സ്വദേശി മരിച്ചു. കളമശ്ശേരിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് നന്ദിപുലം ആറ്റപ്പള്ളി സ്വദേശി മരിച്ചു. ആറ്റപ്പള്ളി കീഴ്മല വീട്ടിൽ മണികണ്ഠന്റെ മകൻ 24 വയസ്സുള്ള അതുലാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അതുലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനും പരിക്കുണ്ട്. കളമശ്ശേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിങ്കളാഴ്ച വീട്ടിലെത്തിക്കും. എറണാകുളത്തെ ജിമ്മിൽ ട്രെയിനറായിരുന്നു അതുൽ. അമ്മ ജയ, സഹോദരൻ മിഥുൻ. ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ക്യാൻറ്റീനിൽ തീപിടുത്തം. ഞായറാഴ്ച പുലർച്ചെ 1:15 തീ പടർന്നത്. ഇരിങ്ങാലക്കുട സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ പ്രസാദ് കുമാറിന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള 1 യൂണിറ്റും ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അടച്ചിട്ടിരുന്ന ക്യാൻറ്റീൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ ഫയർഫോഴ്സിൽ വിവരമറിയുകയും തീ കെടുത്താനുള്ള നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു. അടച്ചിട്ടിരുന്ന ക്യാൻറ്റീൻ്റെ വാതിൽ പൊളിച്ചാണ് ഫയർഫോഴ്സ് സംഘം അകത്ത് കടന്നത്. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവായി. 1.5 വർഷം മുൻപാണ് ക്യാൻറ്റീൻ നവീകരണം നടത്തി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നവീകരണം നടക്കുന്ന ആമ്പലൂർ വരദരപ്പള്ളി റോഡിൽ വിവിധയിടങ്ങളിൽ ജലവിതരണ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. റോഡ് നിർമ്മാണം നടക്കുന്ന ആമ്പലൂർ മുതൽ മണ്ണമ്പേട്ട വരെയുള്ള ഭാഗങ്ങളിൽ 7 ഇടങ്ങളിലാണ് പൈപ്പുകൾ പൊട്ടിയിട്ടുള്ളത്. മണ്ണമ്പേട്ട സെന്ററിനു സമീപമുള്ള റോഡരികിൽ പൈപ്പ് പൊട്ടി വൻതോതിലാണ് വെള്ളം പാഴാകുന്നത്. ഇതോടെ അളഗപ്പ നഗർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കുടിവെള്ള വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. പൈപ്പ് പൊട്ടി ഒഴുകുന്ന വെള്ളം സമീപത്തെ വീട്ടുമുറ്റത്തേക്കും ഒഴുകുന്ന സ്ഥിതിയുണ്ട്. റോഡ് നിർമ്മാണത്തിനായി റോഡിന്റെ വശം യന്ത്രം ഉപയോഗിച്ച് താഴ്ത്തുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടലുകൾ ഉണ്ടായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപായി പലയിടത്തും പൈപ്പ് പൊട്ടിയത് ജല അതോറിറ്റിയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തകർന്ന് ജലം പാഴാകുന്ന പൈപ്പിന് മുകളിൽ മെറ്റൽ വിരിച്ച് നിർമ്മാണം മറുവശത്ത് നടക്കുന്നതും കാണാം. ഇത്തരം പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എൻ്റെ പേര് ഔസേപ്പ്, അറക്കൽ ഔസേപ്പ്. ഇന്നലെ ഒരു 11 മണിക്ക് JCB ഒന്ന് മാന്തി ഇങ്ങനെ കാന കീറിപ്പോൾ പൊട്ടിയതെന്ന്. അപ്പോൾ അവരോട് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെ വെള്ളം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇത് ഇന്ന് ശരിയാക്കും എന്നാ പറഞ്ഞ. പക്ഷേ ഈ സമയം വരെ ഇപ്പം ഞായറാഴ്ച ശനിയാഴ്ച കാലത്ത് 12 മണിക്ക് ഉണ്ടായിട്ട് ഈ സമയം വരെ ഇതിനെ പറ്റി ഒരു അന്വേഷണം നോക്കി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കണേ. ഇതിപ്പോൾ വീട്ടിലേക്ക് കിടക്കാനും 2-3 വീടുകൾക്ക് വഴി ബ്ലോക്കായി കിടക്കുക. വെള്ളം വീണിട്ട് കാലൊക്കെ താഴ്ന്ന് വണ്ടി കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ നിൽക്കണത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്കത് അതിൻ്റെ ബ്ലോക്ക് മാറ്റി തന്ന ഒരു ഉപകാരമായി. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിങ്സ്റ്റൺ ഒലക്കേങ്കൽ കാർമ്മികനായി. ഫാദർ മനീഷ് മുണ്ടുപ്ലാക്കൽ സഹകാർമ്മികനായിരുന്നു. ഫാദർ ടോമി പുളിത്താനം തിരുനാൾ സന്ദേശം നൽകി.
വൈകിട്ട് വിശുദ്ധ കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും വർണ്ണക്കാഴ്ചകളും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സോണി കിഴക്കൂടൻ, ട്രസ്റ്റിമാരായ വർഗീസ് റോക്കി മഴുവഞ്ചേരി, ജോൺസൺ ചുങ്കത്ത്, ജോർജ് കൊടവരക്കാരൻ, ബിൻസി ജെയ്സൺ ചെങ്ങാലിക്കുന്നിൽ, ജനറൽ കൺവീനർ റോബിൻ കൊന്നാനിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റിൻ്റെയും വ്യാപാരി വ്യവസായി പുതുക്കാട് മണ്ഡലം യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ പുതുക്കാട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭക്ഷണ വിതരണ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകൾക്കും ജീവനക്കാർക്കും വേണ്ടിയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് KJ ജോസഫ്, സെക്രട്ടറി TR സന്തോഷ്, ട്രഷറർ വിനോജ് തെക്കുംപുറം എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് ലൈസൻസിന് ആവശ്യമായ തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ് എടുക്കുന്നതിന് നെന്മണിക്കര യൂണിറ്റ് KHR യൂണിറ്റിൻ്റെയും പുതുക്കാട് മണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 4 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച വെള്ളിക്കുളങ്ങര മാവിൻചുവട് തകിടിപ്പുറത്ത് വിനോദ് ചികിത്സാ സഹായം തേടുന്നു. കണ്ണൂർ മലബാർ ക്യാൻസർ സെന്ററിലാണ് ചികിത്സ. മജ്ജ മാറ്റിവെക്കലാണ് ഇതിന് പ്രതിവിധിയായിട്ടുള്ളതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിദേശത്ത് ജോലിയിലിരിക്കെ 4 വർഷം മുൻപാണ് ക്യാൻസർ ബാധിച്ചതോടെ ചികിത്സയ്ക്കായി നാട്ടിലെത്തിയത്. ഭാര്യയും 2 കുട്ടികളുമുള്ള കുടുംബത്തിന്റെ ഏക വരുമാനവും ഇതോടെ നിലച്ചു. ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവ് വരുന്നതിനാൽ പഞ്ചായത്ത് അംഗം സുമ ആന്റണി, ക്ലാര ജോണി, റിൻഡോ പോൾ, ലീല വേലായുധൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. കനറ ബാങ്ക് വെള്ളിക്കുളങ്ങര ശാഖയിലെ അക്കൗണ്ടിലാണ് സഹായങ്ങൾ എത്തിക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ 110101555264. IFSC കോഡ് CNRB 0005655. വിലാസം വിനോദ് തകിടിപ്പുറത്ത് വീട്, PO വെള്ളിക്കുളങ്ങര 680699. ഫോൺ 9995283064. പുതുക്കാട് മണ്ഡലത്തിലെ LP UP വിദ്യാർത്ഥികൾക്കുള്ള CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ സൗജന്യ പരിശീലനം നടത്തി. MLAയും സൈലം ഗ്രൂപ്പുമായി സഹകരിച്ചായിരുന്നു പരിശീലനം. രാവിലെ 10 മുതൽ 12:30 വരെ LP വിഭാഗത്തിനും 1:30 മുതൽ 4 വരെ UP വിഭാഗത്തിനുമായിരുന്നു പരിശീലനം. തലോർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ജോർജ്, KJ ഡിക്സൺ, അമ്പിളി വേണു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സുരേഷ്, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അൽജോ പുളിക്കൻ എന്നിവർ സംസാരിച്ചു. അഭ്യർത്ഥിക്കുകയുണ്ടായി. രാവിലത്തെ സെഷനിൽ അങ്ങനെ ഒരു അഭ്യർത്ഥന വന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന USS പരിശീലന പരിപാടിയിൽ വെച്ച് ഔദ്യോഗികമായി ചില കൂടിയാലോചനകൾ ആവശ്യമാണെന്നതുകൊണ്ട് അപ്പോൾ തന്നെ പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ ഇതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ നമ്മൾ പ്രഖ്യാപിച്ചു. സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്കെല്ലാം MLA പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് അറിയിച്ചു. തുടർന്ന് എക്സാം കഴിഞ്ഞ് 503 കുട്ടികൾക്ക് നമ്മൾ ഇവിടെ വെച്ച് തന്നെ എല്ലാ കുട്ടികൾക്കും ഉപകാരം നൽകി. അതോടൊപ്പം NMS സെലക്ട് ചെയ്യപ്പെട്ട ആ സ്കോളർഷിപ്പിന് യോഗ്യരായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെയും നമ്മൾ ഉപയോഗിച്ച്
പുതുക്കാട് മേരി മാത ICSE സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം അത്താണിയിലെ പോപ്പ് ജോൺ പോൾ പീസ് ഹോം സന്ദർശിച്ചു. സാമൂഹ്യബോധവും സഹാനുഭൂതിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 7ഉം 8ഉം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ സന്ദർശനം സംഘടിപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ പീസ് ഹോമിലേക്ക് കൈമാറി. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം മുപ്ലിയം റോഡിലുള്ള കല്ലൻതോട് പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരിയോട് ചേർന്നുള്ള ഗർത്തം യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. റോഡിലൂടെ സഞ്ചരിക്കുന്ന കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രികരും ഏതു നിമിഷവും ഈ ഗർത്തത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി പാലത്തിന്റെ കൈവരിക്ക് ഇരുഭാഗത്തും സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ യാത്രക്കാർ ഈ കുഴിയിലൂടെ തോട്ടിലേക്ക് വീണ് അപകടം സംഭവിക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടുന്നു. വാസുപുരത്ത് നിന്ന് മുപ്പിളത്തേക്ക് പോകുന്ന എളുപ്പമുള്ളൊരു റോഡാണിത്. ഈ റോഡിന്റെ ഈ പാലത്തിന്റെ ഈ എൻഡില് കാലൻ കാത്തിരിക്കുന്ന വലിയൊരു ഗർത്തമുണ്ടത്. ഇത് അധികാരികൾ ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. രാത്രിയിലോ അല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിലോ ഒക്കെ ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടത്തിൽ പെടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ വണ്ടികൾക്ക് നമ്മൾ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ ഈ ഗർത്തത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിത്. ഈ അപകടത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്താനായിട്ട് പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനാണ് ആവശ്യപ്പെടുന്നത് പഞ്ചായത്തിനോട്. മുപ്ലിയത്ത് നിന്ന് കൊടകരയിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ ദിവസേന നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. റോഡരികിൽ അപകടക്കെണിയൊരുക്കി ഗർത്തം വാപിളർന്നു നിൽക്കുകയാണ്. മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അപകട സാധ്യത ഇല്ലാതാക്കാൻ ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കനകമല കലേടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റം നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു വിജയ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് മോഹനൻ കൊണ്ടോളി, സെക്രട്ടറി നാരായണൻ തയ്യിൽ, വൈസ് പ്രസിഡന്റ് ജയൻ പണ്ടാരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 15-നാണ് ശിവരാത്രി മഹോത്സവം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനഃശാസ്ത്രവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കുതിരവട്ടം ഗവൺമെന്റ് മെന്റൽ സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ PK റഹീമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സന്ധ്യ അരവിന്ദ്, ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സൈക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ N ചന്ദർകുമാർ, ഡോക്ടർ ടോണി P ജോസ് എന്നിവർ വിവിധ സെഷനുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. PG വിദ്യാർത്ഥികളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രബന്ധാവതരണങ്ങളും ഉണ്ടായി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഡോക്ടർ സിബിൻ വാഴപ്പള്ളി, സൈക്കോളജി വിഭാഗം മേധാവി AK സുരേഷ്, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ സിസ്റ്റർ ജെസ്സി ജോർജ് എന്നിവർ സംസാരിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൈപുണ്യ വികസന പരിശീലന പരിപാടിയായ വൈജ്ഞാനികം പദ്ധതിയിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനുമായി ചേർന്ന് അലങ്കാര മെഴുകുതിരി നിർമ്മാണം, നെറ്റിപ്പട്ടം നിർമ്മാണം, ഇമിറ്റേഷൻ ജ്വല്ലറി നിർമ്മാണം എന്നിവയിൽ പരിശീലനങ്ങൾ നടത്തുന്നു. 75% സബ്സിഡിയോടെ നടത്തുന്ന പരിശീലനത്തിന് ഫീസിൻ്റെ 25% ഗുണഭോക്താവ് വഹിക്കേണ്ടതാണ്. മാർച്ച് ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമുള്ളവർ ഫെബ്രുവരി 16-ന് 3-ന് മുൻപായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,355 രൂപയും പവന് 1,14,840 രൂപയും രേഖപ്പെടുത്തി. കൊടകര പുലിപ്പാറക്കുന്ന് പട്ടാളം റോഡിൽ കള്ളിയത്ത് പറമ്പിൽ ആൻറ്റു 80 വയസ്സ് അന്തരിച്ചു.
സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് കല്ലറ്റുംകര ഉണ്ണിമിശിഹ പള്ളിയിൽ. ഭാര്യ പരേതയായ ത്രേസ്യ, ബിജു മകനും ലിസി മരുമകളുമാണ്. നെല്ലായി പോങ്കോത്ര പുതുശ്ശേരി തെക്കുംപുറം ഡേവിസ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ഷൈല എന്ന ബെറ്റി, സിബി, ഫാദർ ഡെൽബി തെക്കുംപുറം എന്നിവർ മക്കളും, ഷിൽബി മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളമശ്ശേരിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് നന്ദിപുലം ആറ്റപ്പള്ളി സ്വദേശി മരിച്ചു. ആറ്റപ്പള്ളി കീഴ്മല വീട്ടിൽ മണികണ്ഠന്റെ മകൻ 24 വയസ്സുള്ള അതുലാണ് മരിച്ചത്. ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ക്യാൻറ്റീനിൽ തീപിടുത്തം. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. നവീകരണം നടക്കുന്ന ആമ്പലൂർ വരദരപ്പള്ളി റോഡിൽ വിവിധയിടങ്ങളിൽ ജലവിതരണ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. പലയിടത്തും കുടിവെള്ള വിതരണം മുടങ്ങി. നിർമ്മാണങ്ങൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റിന്റെയും വ്യാപാരി വ്യവസായി പുതുക്കാട് മണ്ഡലം യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പുതുക്കാട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.